പുതുതായിട്ടൊരു മ്യൂസിക് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്കെയിലുകൾ പഠിക്കുക. വെസ്റ്റേണിൽ അതിനെ സ്കെയിലുകളെന്ന് പറയും, കർണാട്ടിക്കിൽ അതിനെ രാഗങ്ങളെന്ന് പറയും. ഇതെല്ലാം കൂടെ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ചില ടെക്നിക്കുകൾ, ചില ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട്, ചില മാത്തമാറ്റിക്കൽ ഫോർമുല ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് കാണാതെ പഠിക്കാതെ വെസ്റ്റേണിലെ സ്കെയിലുകളെ മനസ്സിൽ വെക്കുന്ന ഒരു ഐഡിയ ആണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഇന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് മേജർ സ്കെയിൽ, വെസ്റ്റേണിലെ മേജർ സ്കെയിലിനെ പറ്റിയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് കർണാട്ടിക്കിൽ പറഞ്ഞാൽ ശങ്കരാഭരണ രാഗം. അപ്പം ഇത് ഇത് സെയിം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മേജർ സ്കെയിൽ ഫോർമേഷൻ്റെ ഒരു ടെക്നിക്ക് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യം വരത്തില്ല. വെസ്റ്റേണിലെ 12 മേജർ സ്കെയിലുകളും നിങ്ങൾക്ക് ബൈഹേർട്ടാകുന്ന, കാണാതെ പഠിക്കാതെ തന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, എന്തിനാണ് ഈ സ്കെയിലുകൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഈ രാഗങ്ങൾ, കർണാട്ടിക്കിൽ പറഞ്ഞ ഈ രാഗങ്ങൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, വെസ്റ്റേണിൽ പറഞ്ഞ സ്കെയിലുകൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആക്ച്വലി നമ്മുടെ ഒരു മ്യൂസിക് പോകുന്ന ഒരു റൂട്ട്, ഇപ്പോൾ ഒരു റൂട്ട് ഏത് വഴി കൂടാണ് ഒരു സംഗീതം പോകുന്നത്, അതാണ് യഥാർത്ഥത്തിൽ സ്കെയിലുകൾ അല്ലെങ്കിൽ രാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൂട്ട് പോകുന്നത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലാണ് നമ്മൾ ഈ കൈ ആദ്യമായിട്ട് കീബോർഡിലൊക്കെ കൈ വെക്കുമ്പോൾ വേറെ ഓരോ സ്വരങ്ങൾ അവർക്ക് സന്തോഷമില്ലാത്ത അല്ലെ എൻജോയ് ചെയ്യാൻ പറ്റാത്ത സ്വരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം നമ്മൾ ആ റൂട്ടുകൾ മനസ്സിലാക്കാതെ ഈ ഇൻസ്ട്രുമെൻറ്റിൽ കൈവെക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്കെയിലാണ് വെള്ളക്കട്ടകളോടെ പോകുന്നത്. ഇതിനെ പറയുന്ന പേരാണ് സി മേജർ സ്കെയിൽ. കാരണം സിയിൽ തുടങ്ങി സി നിൽക്കുന്ന മേജർ സ്കെയിലിൻ്റെ റൂള് ഫോളോ ചെയ്യുന്ന രീതിയിൽ പോകുന്നത് കൊണ്ടാണ് അത് വെള്ളയിൽ കൂടെ പോകുന്നത്. അല്ലാതെ വെള്ളയിൽ കൂടെ പോകുന്നത് കൊണ്ട് അത് ഈസി ആകുന്നതല്ല അതിൻ്റെ പിന്നിൽ. അപ്പോൾ നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സ്കെയിൽ ഫോം ചെയ്തതെന്നുള്ളതാണ്. അപ്പം എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ സ്കെയിലുകൾ പഠിക്കുന്നത് അല്ലെങ്കിൽ രാഗങ്ങൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സംഗീതങ്ങളും ഏത് മ്യൂസിക്കുകളും, ഉദാഹരണത്തിന് വെണ്ണില ചന്ദനക്കിണം നോക്കിയോ, നമ്മൾ സിയിൽ വായിക്കാൻ പോവുകയാണ് വെണ്ണില ചന്ദനക്കിണം. സിയിൽ വായിച്ചു, ഇനി അത് ഡിയിൽ വായിക്കും. ഇപ്പോൾ സി എന്ന് പറയുമ്പോൾ കർണാട്ടിക്ക് പറയുമ്പോൾ ഒന്നാം ഘട്ട ശങ്കരാഭരണ രാഗത്തിൽ ചെയ്തിരിക്കുന്ന വർക്കാണ്. അപ്പം ഇത് വെസ്റ്റേണിൽ പറഞ്ഞാൽ മേജർ സ്കെയിൽ ചെയ്തിരിക്കുന്ന ഒരു കോമ്പോസിഷനാണ്. അപ്പോൾ നമുക്കത് ഏത് മേജർ സ്കെയിലും വായിക്കാൻ പറ്റും. അപ്പോൾ സിയിൽ വായിച്ചത് ഞാൻ ഇനി രണ്ടാമത്തെ ഘട്ടം, അതായത് ഡിക്ക് വായിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കിയോ. ഡിക്ക് റൂട്ട് പോകുന്നത് ഇങ്ങനെയാണ്. മറ്റേ സിയുടെ സരിഗമ സ നി ഗ മ പ ധ നി സ, ഇങ്ങനെ പോകുന്ന സരിഗമപദനസിനകത്തേക്ക് കൂടെ പോയി വെണ്ണില അങ്ങനെ വായിച്ചു. ഇനി രണ്ടാമത്തെ കട്ടയ്ക്ക് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് സാരി ഗ മ പ ധ നി സ. അപ്പോൾ അതിനകത്ത് അത് വായിക്കുമ്പോൾ കണ്ട ഇങ്ങനെ പോകുന്നുണ്ട്. ഈ കട്ട കൂടെ കയറിപ്പോയാലേ ശരിയാകത്തുള്ളൂ. അതിനിടയ്ക്ക് അറിയാതെ വേറൊരു നോട്ട് തൊട്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവും, അപശ്രുതിയായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്തിനു വേണ്ടിയാണ് നമ്മൾ സ്കെയിൽസ് പഠിക്കുന്നത്? സ്കെയിൽസ് അഥവാ രാഗങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഏത് റൂട്ടിൽ കൂടെയാണ് മ്യൂസിക് പോകണമെന്ന് അറിയത്തുള്ളൂ. അപ്പം ഒരു മേജർ സ്കെയിൽ, വെസ്റ്റേണിൽ പറയുകയാണെങ്കിൽ മേജർ സ്കെയിൽ, ഒരു മേജർ സ്കെയിലിൽ ചെയ്ത ഒരു കോമ്പോസിഷൻ, അതായത് ഒരു പാട്ട് നിങ്ങൾക്ക് ഏത് മേജർ സ്കെയിൽ വേണമെന്ന് വായിക്കാം. അപ്പോൾ സ്കെയിലുകൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈസി ആയിട്ട് മേജർ സ്കെയിലുകളെ മനസ്സിലാക്കാൻ വേണ്ടി, വെസ്റ്റേണിനകത്ത് ഒരുപാട് മേജർ സ്കെയിലുകളുണ്ട്. എല്ലാ മേജർ സ്കെയിലുകളെ നിങ്ങളിപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു ഈസി ടെക്നിക്കാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ മേജർ സ്കെയിൽ എന്തുവാണെന്ന് അറിയുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഇതിനകത്ത് കട്ടകൾ ക്രമീകരിച്ചിരിക്കുന്നതിനെ പറ്റിയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വെള്ളക്കട്ടകളുണ്ട്, കറുത്ത കട്ടകളുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കും ഈ ഒരു വെള്ളക്കട്ട കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത കട്ട നെക്സ്റ്റ് കീ എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് വിചാരിക്കും. അതായത് സി കഴിഞ്ഞാൽ ഡി ആണെന്ന് വിചാരിക്കും. സി കഴിഞ്ഞാൽ ഡി അല്ല, സിക്കും ഡിക്കും ഇടയ്ക്ക് ഒരാളുണ്ട്. അപ്പോൾ സിക്കും ഡിക്കും ഇടയ്ക്കിരിക്കുന്ന ആളാണ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഡിയുടെ സ്ഥാനം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു പടി കയറി പോകുന്നത് പോലെ ഇങ്ങനെയല്ല പടി കയറി പോകുന്നത്. യഥാർത്ഥത്തിൽ ഇത് കഴിഞ്ഞാൽ അടുത്ത പടി ഇത്, അത് കഴിഞ്ഞാൽ ഇത്, അത് കഴിഞ്ഞാൽ ഇത്, അത് കഴിഞ്ഞാൽ ഇത്, പിന്നെ ഇതിനിടയ്ക്ക് ബ്ലാക്ക് ഇല്ല, അത് കഴിഞ്ഞാൽ ഇത്. അപ്പം നിങ്ങളിപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇത് ഇത്രയും കൂടെ ഞാൻ വായിക്കുന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരേപോലെ തോന്നിക്കും, നിങ്ങൾക്ക് ഒരേപോലെ പ്രോഗ്രഷൻ നടക്കുന്നു, മുന്നോട്ട് മോൾട്ട് പിച്ച് കയറുന്നു.
അപ്പോൾ അതേ ഉള്ളൂ ഈ വെള്ളക്കട്ടയും കറുത്ത കട്ടയും തമ്മിൽ പ്രത്യേകിച്ച് വേറൊരു വ്യത്യാസമില്ല. പിച്ചുകൾ ഇങ്ങനെ ഇക്യു ഡിസ്റ്റൻസിൽ ഇങ്ങനെ ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഈ പിച്ച് കഴിഞ്ഞാൽ ഈ പിച്ച്, അത് കഴിഞ്ഞാൽ ഈ പിച്ച്, അത് കഴിഞ്ഞാൽ ഈ പിച്ച്, അത് കഴിഞ്ഞാൽ ഈ പിച്ച്, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മേജർ സ്കെയിൽ മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനെ ആദ്യത്തിൻ്റെ പേരാണ് സി. അപ്പോൾ സി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ ഡി അല്ല, സിയുടെ ഷാർപ്പ് എന്ന് വിളിക്കും ഈ ബ്ലാക്കിനെ. അത് കഴിഞ്ഞാലുള്ള ഡി. അപ്പോൾ ഈ സിയുടെ ഷാർപ്പിന് വേറൊരു പേരുണ്ട്, അതാണ് ഡിയുടെ ബേസ്. ഓക്കെ, പിന്നെ നമ്മൾ പറയുമ്പം ഡിയുടെ അടുത്ത നോട്ടിൻ്റെ പേരാണ് ഡിയുടെ ഷാർപ്പ്, അതിൻ്റെ മറ്റൊരു പേരാണ് ഇയുടെ ബേസ്. അപ്പോൾ ഈ കഴിഞ്ഞാൽ എൻ്റെ തൊട്ടടുത്ത് വേറെ ആരുമില്ല, ഇടയ്ക്ക് ബ്ലാക്ക് ഒന്നുമില്ല. അത് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞാൽ ആരാണ്? എഫ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണഗതി ഒരു കൺഫ്യൂഷൻ ഞാൻ ഇപ്പോഴേ ക്ലിയർ ചെയ്യുകയാണ്. ഈ വെള്ളയും തമ്മിലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ ഈ വെള്ളയും തമ്മിൽ. അല്ലാതെ ഈ കറുത്തത് എന്തോ വേറെ സ്വരവും വെള്ള എന്തോ വേറെ സ്വരവും എന്നൊരു തെറ്റിദ്ധാരണ സംഗീത ലോകത്തുണ്ട്. അങ്ങനെയില്ല. ഈ ബ്ലാക്ക് എന്താണോ അത് തന്നെയാണ് വൈറ്റ്. ആകെ വ്യത്യാസം എന്താണ്? പിച്ചുകൾ ക്രമീകരിച്ച് മനുഷ്യന് കൈക്ക് പിടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബ്ലാക്കും ഈ അടുത്ത എന്ന് വെച്ചാൽ ഡി ഷാർപ്പിനും ഈക്കും ഇടയ്ക്കുള്ള അന്തരം മാത്രമേ ഉള്ളൂ ഈ വെള്ള, അതായത് ഈക്കും എഫിനും ഇടയ്ക്ക്. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇനിയും എന്തുകൊണ്ടാണ്, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് ഈ സി മേജർ വായിക്കുമ്പോൾ വെള്ളക്കട്ടകളിലൂടെ മാത്രം സരിഗമ പോകുന്നത്? അപ്പം വെള്ളക്കട്ടകളിലൂടെ മാത്രം എന്തുകൊണ്ട് സി മേജർ വായിക്കുമ്പം സരിഗമ പോകുന്നു? ഡി മേജർ വായിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് 2 ബ്ലാക്ക് കട്ടകളിലോട്ട് കയറും. അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ മേജർ സ്കെയിലുകൾ ഫോം ചെയ്യുന്നതിന് ഒരു പ്രിൻസിപ്പിളുണ്ട്. അപ്പോൾ മേജർ സ്കെയിലുകൾ ഫോം ചെയ്യുന്നതിൻ്റെ പ്രിൻസിപ്പിളെന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സരിഗമ പദനിസയാണ് സ്കെയിൽ എന്ന് പറയുന്നത്. ഒരു സംഗീതം ഏത് സരിഗമ പദനിസയെ അടിസ്ഥാനമാക്കി പോകുന്നു അതാണ് അതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ സ, രി, ഗ, മ, പ, ധ, നീ, സ. അതായത് നമ്പർ ചെയ്യുവാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8. അപ്പം 8 സ്വരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതിനകത്ത് മേജർ സ്കെയിലാണ് നമുക്ക് വായിക്കേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 4ാമത്തെ നോട്ടും 8ാമത്തെ നോട്ടും തൊട്ടടുത്ത നോട്ട് പിടിക്കണം. തൊട്ടടുത്ത നോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളക്കട്ടയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത നോട്ട് ഏതാ? കറുത്ത കട്ട. അല്ല ഡി ആണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത നോട്ട് ഏതാ? ഡി ഷാർപ്പ്. അപ്പം 4ാമത്തെ 8ാമത്തെ നോട്ട് മാത്രം അടുത്ത നോട്ട് പിടിക്കുക. ബാക്കിയെല്ലാം ഒരു നോട്ട് വിട്ടുപോവുക. അതിനെ ടെക്നിക്കലി വിളിക്കുന്ന പേര് ഹോൾ നോട്ട് ഗ്യാപ്പ് എന്ന് പറയും. ഈ 3ഉം 4ഉം തമ്മിലുള്ള ബന്ധത്തെ ഹാഫ് നോട്ട് ഗ്യാപ്പ് എന്ന് പറയും. അപ്പോൾ 3ഉം 4ഉം മാത്രം തൊട്ടടുത്ത നോട്ട് പിടിക്കുക. ബാക്കി എല്ലാ സ്വരങ്ങളും ഈ 7ഉം 8ഉം അടുത്തടുത്തുള്ള നോട്ടുകൾ പിടിക്കുക, ഹാഫ് നോട്ട്. ബാക്കി എല്ലാ സ്വരങ്ങളും ഒരു നോട്ട് വിട്ട് പിടിക്കുക. അതായത് നമ്മൾ സി മേജർ വായിക്കുമ്പോൾ സ ഒരു നോട്ട് വിട്ടിട്ട് രീ പിടിക്കുക. ഇവിടെ കാണുന്നുണ്ട് ഒരു നോട്ട് വിട്ടിട്ട് രീ പിടിക്കുക. അത് കഴിഞ്ഞ് ഗ വായിക്കുമ്പോൾ ഒരു നോട്ട് വിട്ട്, ഇത് നോട്ട് ഇടയ്ക്കത്തെ നോട്ടിനെ വിട്ടിട്ട് ഗ പിടിക്കുക. അത് കഴിഞ്ഞ് ഇവിടെ നിങ്ങൾക്കറിയാം മ 4ാമത്തെ നോട്ടാണ്. അപ്പം 4ാമത്തെ നോട്ട് വായിക്കുമ്പോൾ തൊട്ടടുത്ത നോട്ട് പിടിക്കുക. സ രി ഗ മ തൊട്ടടുത്ത്. കണ്ടോ? ഇതിനിടയ്ക്ക് വേറെ ആരെങ്കിലും ഉണ്ട്, ഇതിനിടയ്ക്ക് വേറെ ആരുമില്ല. അതുകൊണ്ടാണ് അതങ്ങനെ വന്നത്, റൂൾ അനുസരിച്ച്. അല്ലാതെ വെള്ളയായതുകൊണ്ട് വന്നതല്ല. അത് കഴിഞ്ഞ് ഇത് വിട്ടിട്ട് പാ പിടിച്ചു, ഇത് വിട്ടിട്ട് ധ, ഇത് വിട്ടിട്ട് പാ ധ, നീ ഇത് വിട്ടിട്ട് നീ പിടിച്ചു. കഴിഞ്ഞ് ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 7th നോട്ട് കഴിഞ്ഞ് 8th നോട്ട് എന്ത് ചെയ്യണം? അടുത്ത് പിടിക്കണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? അടുത്ത സ കിട്ടും. അതായത് സ കഴിഞ്ഞ് രി ഒരു നോട്ട് വിട്ടുപിടിക്കുക, ഗ ഒരു നോട്ട് വിട്ടുപിടിക്കുക, മാ തൊട്ടടുത്ത് പിടിക്കുക, പാ ഒരു നോട്ട് വിട്ടുപിടിക്കുക, ധ ഒരു നോട്ട് വിട്ടുപിടിക്കുക, നീ ഒരു നോട്ട് വിട്ടുപിടിക്കുക, അടുത്ത സ തൊട്ടടുത്ത നോട്ട് പിടിക്കുക. അപ്പോൾ ഇതേ പ്രിൻസിപ്പിൾ നമ്മൾ അടുത്ത കട്ടയ്ക്ക് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവാം. അതായത് ഇപ്പം നമ്മൾ ചെയ്തത് സി തുടങ്ങി സി നിൽക്കുന്ന സരിഗമ പദനിസ, സി മേജർ, സി തുടങ്ങി സി നിൽക്കുന്ന മേജർ സരിഗമ പദനിസ പഠിച്ചു.
സി മേജർ. ഇനി രണ്ടാമത് ഡി മേജർ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒന്നുമില്ല പ്രത്യേകിച്ച്. ഇപ്പോൾ പഠിച്ച സാധനത്തിനെ അതേപോലെ എടുത്ത് അടുത്ത കട്ടക്കങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതായത് സാ എവിടെ തുടങ്ങി? ഡി, രണ്ടാമത്തെ കട്ട. അതെവിടെ ചെന്ന് നിൽക്കണം? സാരിഗമപദ നീ സാ, അടുത്ത ഒക്ടേവിലെ സായി ചെന്ന് നിൽക്കണം. റൂൾ എങ്ങനെയാണ് പോകുന്നത്? രീ ഒരെണ്ണം വിട്ടുപിടിക്കുക. രീ നമ്മളെന്തോ ഇവിടെ പഠിച്ചത് എന്തുവാണ്? ഇവിടെ പഠിച്ചത് ഗ മ വരുമ്പോൾ അടുത്തടുത്ത് പിടിക്കുക, അടുത്തടുത്തുള്ള നോട്ടുകൾ പിടിക്കുക. നീ സാ അടുത്തടുത്തുള്ള നോട്ട് വിടും. ബാക്കിയെല്ലാം ഒരു നോട്ട് വിട്ട്, അതിനെ ടെക്നിക്കലി ഹോൾ നോട്ട്, ഫുൾ നോട്ട് ഗ്യാപ്പ് എന്ന് പറയും. അടുത്തടുത്ത് വരുന്നതിനെ ഹാഫ് നോട്ട് ഗ്യാപ്പ് എന്ന് പറയും ടെക്നിക്കലി. അപ്പം ഇതേ പ്രിൻസിപ്പിൾ എടുത്ത് എല്ലാ കട്ടയ്ക്കും ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് 12 ഇതിവിടെ എത്ര നിങ്ങൾ ഒരു ഒക്ടേവിൽ നോക്കിക്കഴിഞ്ഞാൽ, ഒരു കീബോർഡിനകത്ത് ഒരു ഒക്ടേവിലോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ ഷാർപ്പ്, ഡി സി, അങ്ങനെ മൊത്തം 12 സ്വരങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാം. ഈ 12 സ്വരങ്ങൾക്കകത്ത് ഈ റൂൾ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് 12 മേജർ സ്കെയിലുകൾ കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയോ? രണ്ടാമത്തെ നോട്ടിൻ്റെ ഡിയുടെ മേജർ സ്കെയിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഡി തുടങ്ങണം, സാ, ഒരു നോട്ട് വിട്ട് രീ, ഒരു നോട്ട് വിട്ട് ഗ. ഒരു നോട്ട് വിടുമ്പോൾ എങ്ങനെ ഗ വിടുന്നത്? ഇതിനെ വിടണം, അടുത്തുള്ളതിനെ വിടണം. സാ രി ഗ. മാ തൊട്ടടുത്ത് മാ. പാ ഒരു നോട്ട് വിട്ടിട്ട് പാ, ഒരു നോട്ട് വിട്ടിട്ട് പാ ധ. അത് കഴിഞ്ഞിട്ട് നീ ഒരു നോട്ട് വിട്ടിട്ട് നീ, അടുത്ത സാ തൊട്ടടുത്ത്. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇവിടെ ഡി മേജറിനകത്ത് എഫ് ഷാർപ്പ് വരും, സി ഷാർപ്പ് വരും. അപ്പം വായിക്കുമ്പം സാ രി ഗ മ പ ധ നീ സാ. അപ്പം ഇങ്ങനെ ഇതിപ്പം ഡി മേജറായി, സിമ്പിൾ. അപ്പം ഡി മേജറിൽ വെണ്ണില ചന്ദനക്കിടം വായിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വിരൽ വെക്കണ്ടേ? വെണ്ണില ചന്ദനക്കിടം വായിക്കണമെങ്കിൽ എങ്ങനെ വിരൽ വെക്കണം? ഇങ്ങനെ. സി മേജറിലാണ് വായിക്കണമെങ്കിൽ ഇങ്ങനെ വേണം പോകണ്ടേ. ഡി മേജർ വായിക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു റൂട്ടിലൂടെ പോകണം. ഇതിനെയാണ് റൂട്ടെന്ന് വിളിക്കുന്നത്. അപ്പോൾ വെണ്ണില ചന്ദനക്കിടം എങ്ങനെ വായിക്കാമെന്ന് നോക്കിക്കോ. കണ്ടോ? റൂട്ടിലൂടെ പോകുമ്പോൾ അത് ഡി മേജറായി. ഇനി സി ഷാർപ്പ് മേജർ സ്കെയിൽ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സി ഷാർപ്പിൽ തുടങ്ങണം, അടുത്ത സി ഷാർപ്പിൽ നിർത്തണം. ഇതേ റൂള് തന്നെ എടുത്ത് നിങ്ങൾ സി ഷാർപ്പിൻ്റെ മേലോട്ട് ഇട്ടാൽ അത് സി ഷാർപ്പ് മേജർ സ്കെയിലായി. ഇതേ റൂള് തന്നെ നിങ്ങൾ അങ്ങോട്ട് എടുത്ത് എഫിന് ഇട്ട് കൊടുത്താൽ എഫിൽ തുടങ്ങി അടുത്ത എഫിൽ നിർത്തണം. പക്ഷേ ഇതേ റൂള്, ഇതേ പ്രിൻസിപ്പിള് സാ രി ഗ എല്ലാം ഒരു നോട്ട് വിട്ട് ഇടയ്ക്കുള്ളത് വിട്ട് പോകണം. ഗ മാ വരുമ്പോൾ തൊട്ടടുത്ത് പിടിക്കണം. പ വിട്ടു പോകണം, ധ വിട്ടു പോകണം, നീ വിട്ടു പോകണം, അടുത്ത സാ വരുമ്പോൾ അടുത്ത് പിടിക്കണം. ഇതേപോലെ എഫ് ഷാർപ്പിന് പിടിക്കുക, എഫ് ഷാർപ്പ് മേജർ സ്കെയിൽ കണ്ടുപിടിക്കാം, ജി ഷാർപ്പ് മേജർ സ്കെയിൽ കണ്ടുപിടിക്കുക, എ ഷാർപ്പ് മേജർ സ്കെയിൽ കണ്ടുപിടിക്കാം. കർണാട്ടിക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സി ഷാർപ്പ് എന്ന് പറയുമ്പോൾ 1.5 കട്ട, ഡി ഷാർപ്പ് എന്ന് പറയുമ്പോൾ 2.5 കട്ട. അങ്ങനെ നിങ്ങൾക്ക് ഏത് മേജർ സ്കെയിൽ വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും.